ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു. വിത്ത് കുക്കിംഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അങ്ങനെ ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ഇത് നമ്മുടെ സ്റ്റോൺ ഗ്രൈൻഡറാണ്. ഞാനിത് മീഷോ എന്ന് വായിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനെന്തോ 200 സംതിങ് അത്രയേ ഉള്ളൂ. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ രസം കാച്ചാനായിട്ട് അതിൽ ചേർക്കേണ്ട ഐറ്റംസൊക്കെ ചതച്ചെടുക്കാനായിട്ട് എടുത്തപ്പോഴാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഓർത്തത്. അടിപൊളി പ്രൊഡക്റ്റാണ്. കുറച്ച് നാളായി ഞങ്ങൾ വാങ്ങിച്ചിട്ടെങ്കിൽ ഇപ്പോഴും നല്ല സൂപ്പർവായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചൺ ഫൈൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ ഈ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ രസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീട്ടിൽ കുറേ നാളായിട്ടുണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും രസം വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തു. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും എന്ന 2 രീതി ഞാനിവിടെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത്. അതാണ് ഫുൾ സ്ക്രീനും ഇങ്ങനെ ചെറിയ സ്ക്രീനായിട്ടൊക്കെ കാണുന്നത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ധൃതിയിൽ അതങ്ങ് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ വഴറ്റി സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ പയർ തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. പയർ മെഴുക്ക് പുരട്ടിയതാണ്, ചെറുപയർ മെഴുക്ക് പുരട്ടിയത്. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രസം ഇവിടെ കാച്ചി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചോറിൻ്റെ ഒപ്പം എന്തെങ്കിലും ഇങ്ങനെ ഒഴിച്ചു കൂട്ട് കറി എനിക്ക് എന്താ ഒരു നിർബന്ധം എന്നല്ല, ഇല്ലെങ്കിലും ഫുഡ് കഴിക്കും. എന്നാലും ഇങ്ങനെ ഒഴിച്ചു കൂട്ട് കറി ഉണ്ടെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്ക് ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതായത് സ്വീസിൻ്റെ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്വീസിന്ന് കിട്ടിയിട്ടുള്ള ലെറ്റർ കേട്ടോ. നമുക്ക് സ്കൂളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത് അവിടെ കാണിക്കാനുള്ള ലെറ്റർ ആണ് കേട്ടോ. അപ്പോൾ മോണ്ടിസറി TTC സംബന്ധിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ അതിൽ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള ബാക്കി അപ്ഡേഷനൊക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കെന്നാൽ ഫുഡ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ടൈം 1 മണിയോട് അടുത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ ജനലിൻ്റെ അവിടെയാണ് ഫോൺ വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്കൊരു ഇത് കാണുന്നത്. ഇദൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇദൂസിന് ഫുഡ് കൊടുക്കാം. ഇദൂസ് ഓൾറെഡി പാൽപ്പം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്ക് വിശപ്പില്ല. അതുകൊണ്ട് എനിക്കും കൂടി കരുതിയിട്ടാണ് ഞാൻ ഫുഡ് എടുത്തേക്കുന്നത്. അവൾക്ക് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ലെങ്കിൽ അത് ഞാൻ കഴിക്കും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ പഴം പുളിശ്ശേരി ഉണ്ട്, പയർ തോരനുണ്ട്, പയർ മെഴുക്ക് പുരട്ടിയതുണ്ട്, പഴം പുളിശ്ശേരി ഉണ്ട്, പിന്നെ രസം കാച്ചിയതുണ്ട്. നമ്മളിപ്പോൾ രസം കാച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്. എന്തായാലും ഈ ദിവസം നമുക്ക് ഫുഡ് കൊടുക്കാം. ഈ ദിവസം ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഈ ദിവസം ഫുഡ് കൊടുത്തിട്ട് വരാം കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കണം, കുഞ്ഞിന് ഫുഡ് കഴിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ TV വെച്ച് കാണും കേട്ടോ. എനിക്കതൊരു ശീലമാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം TV കാണും. അത് രസമല്ലോ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ TV എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് TV ഒക്കെ കാണുന്നത് ഒരു സുഖമാണ്. കഴിഞ്ഞിടെ ചേട്ടായി വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ചിപ്സ്, ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണ്ടി കൊണ്ടുവന്നതാണ്. ആൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഐറ്റംസ്, ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പല്ലൊക്കെ കേടാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കൊടുക്കാറില്ല, ചെറിയ രീതിയിലേക്ക് കൊടുക്കാറുള്ളൂ. ഓറിയോ ബിസ്ക്കറ്റ് ഐറ്റംസും ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വല്ലപ്പോഴും കൂടി ആവാട്ടോ. വല്ലപ്പോഴും കൂടി കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഡേറ്റ്സ് ആണ് പിന്നെ ഞാൻ ഇദൂസിന് കൊടുക്കാറ്. ഡേറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമുള്ള ഐറ്റം കേട്ടോ. ഡേറ്റ്സ് അതാ കൊടുക്കാറ്. ഞാൻ ഈ ദിവസം കൂടെ വൈകിട്ട് ഇങ്ങനെ വീടിന്റെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കും. ഇപ്പോൾ അവൾ പൂച്ചനെ കാണുന്ന സീനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് ഓർത്തതാണ്, പക്ഷേ ടൈമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.